പാസ്റ്റർ റോയി പാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ മീറ്റിംഗിനായി ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഈ പകല് നിങ്ങളുടെ മധ്യേ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 മീറ്റിംഗ് ആയപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതുപോലെ എൻ്റെ മൊബൈലിന് ചെറിയ കംപ്ലൈന്റ് പറ്റിയപ്പോൾ പുതിയ മൊബൈൽ ആയതുകൊണ്ട് എല്ലാം ഫോർമാറ്റ് ആയി. അതുകൊണ്ട് എനിക്കത് ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഒന്നും മനസ്സിലാകാഞ്ഞത് കൊണ്ടാ പെട്ടെന്ന് ഞാൻ നേരത്തെ കയറി മീറ്റിങ്ങിന് എനിക്ക് ഓപ്പൺ ആയി വരുന്നില്ല, എന്തൊക്കെയാ അത് പറയുക. അത് ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ലേറ്റ് ആയത് ഓപ്പൺ ചെയ്യാൻ, സോറി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥനകളും ദൈവദാസന്റെ ആലോചനയും ഒക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഇതൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആണല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്തദാസനും ദൈവദാസിമാരും അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലായിരുന്ന് ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവശക്തനായ ദൈവം അവിടുന്ന് കൃപ ചെയ്യുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി പ്രാർത്ഥന ഗ്രൂപ്പായി ഞാൻ ഒത്തിരി പ്രാവശ്യം ഇത് കണ്ടിട്ട് വരുന്ന ദിവസങ്ങളിലും ഒക്കെ മീറ്റിംഗ് നടക്കുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നല്ലോ. ഇന്ന് ഈ നിമിഷം കഴിഞ്ഞ അടുത്ത ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന എന്ന് കേൾപ്പാനിടയായി. നമുക്ക് പ്രാർത്ഥനയാലാണ് വിടുതലുള്ളത്. കർത്തദാസൻ നേരത്തെ പറയുവാനിടയെ പ്രാർത്ഥനയാലുള്ള വിടുതലൊക്കെ ഇതിൽ അത്ഭുത സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനിടയായി തീർന്നു. ഞാനും ഒത്തിരി പ്രാർത്ഥിച്ച് അനുഭവിച്ചിട്ടുള്ളവളാ. അതുകൊണ്ട് എനിക്ക് അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റും, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിന്മേൽ വലിയവ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വൃഥാവായി തീരത്തില്ല. ഒത്തിരി ഭാരങ്ങൾ ഉണ്ടായിരിക്കാം, ഒത്തിരി വേദനകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി ലഭിച്ചില്ലല്ലോ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമെന്നൊക്കെ ചിന്തിച്ചെന്ന് വന്നേക്കാം. മനസ്സിനെ വല്ലാതെ തളർത്തി പോകുന്ന വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. മടുത്തു പോകരുത്, പ്രയാസപ്പെടരുത്. ഈ നാളുകൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാനിടയാ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാത്തതുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെടുവാൻ സാധ്യതയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ അതേ ദൈവിക ആലോചനയോടുകൂടെ ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ഓരോ ദൈവദാസന്മാരോട് ദാസിമാരോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും മടുത്തു പോകരുത്. പ്രാർത്ഥനയ്ക്ക് നാം ഒരിക്കലും മടുപ്പുള്ളവരായിരിക്കരുത്. നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും, ഏത് വ്യത്യസ്തമായ ഭാരമേറിയ വിഷയമായിരുന്നാലും പ്രാർത്ഥനയ്ക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നാം മുട്ടുമടക്കിയ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുഖപുരം ഒന്നും പറഞ്ഞ് ഞാൻ സമയം വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്തു നൽകിയതായ ഒരു ദൈവിക ചിന്ത ഞാൻ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവച്ച് വേഗത്തിൽ ഞാൻ വിരമിപ്പാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് കർത്തദാസൻ മീറ്റിംഗിനായി വിളിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ഓടി വന്ന ഒരു വചനമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. കല്ലറയുടെ വാതിക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ കല്ലറയ്ക്കകത്ത് കടന്ന 3-4 അത് ഏറ്റവും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2 വാക്യങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ ഒരു ദൈവിക ആലോചന നിങ്ങളുമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് തന്ന ചിന്തകൾ മാത്രം ഞാൻ വേഗത്തിൽ പറയാം. ചിലപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി ആശയങ്ങളും ഒത്തിരി ദൈവദാസന്മാരിൽ നിന്ന് വചനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ അതൊന്നും സ്പർശിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് നിങ്ങളോട് പറയുവാൻ തന്ന 2-3 ചിന്തകളുണ്ട്. അത് വേഗത്തിൽ ഞാൻ നിങ്ങളുമായി പറയട്ടെ. നമുക്കതിന്റെ ആരംഭ വാക്യം 16-ാം അധ്യായത്തിന്റെ ആ വാക്യം 1, 2, 3, 4 വാക്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്കത് എന്താ വിഷയമെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കല്ലറയ്ക്കൽ വച്ചിട്ട് അവർക്കറിയാം, യേശു പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. എന്നാലും അവരുടെ ജീവിതത്തിൽ ആ വാക്ക് കേട്ടിട്ട് അവർക്കത് വിശ്വസിക്കുവാൻ കഴിയാതെ യേശുവിനെ അടക്കിയ സ്ഥലം തിരക്കി
ഒഴുകി പോവുക. ഇന്നും അതാ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തം പലപ്പോഴും നാം കേൾക്കാറുണ്ട്. നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും, നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. എങ്കിലും വാഗ്ദത്തം കേൾക്കുന്നെങ്കിലും അതിന് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് കൂടെ നടന്നവരാ, യേശുവിന്റെ അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ടവരാ. പക്ഷെ യേശു പറഞ്ഞ ഈ വാക്ക്, ഞാൻ മരിക്കും, എന്നെ ക്രൂശിൽ ഏൽപ്പിക്കും, പിന്നെ 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിട്ടും അവരെന്ത് പിന്നെയും കല്ലറയ്ക്കൽ പോകുന്നു. എന്തിനെന്നറിയാമോ? യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ നോക്കിയാണോ പോയത്? അവൻ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്കലാ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതിനെ ഒന്നും വിശദീകരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാം ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നവരാ. അവരെന്ത് ചെയ്യുന്നറിയാം? സുഗന്ധവർഗം വാങ്ങി. ഞാൻ അതിൽ നിന്നൊരു പോയിന്റ് നിങ്ങളോട് പറയാം. യേശുവിനെ പൂശുവാൻ വേണ്ടി സുഗന്ധവർഗം, വിലപിടിപ്പുള്ള സുഗന്ധവർഗവുമായാണ് ഈ 3 സഹോദരിമാർ ഇതാ നടന്നു പോകുന്നത്. അതിന്റെ മുൻപുള്ള വാക്യം നമ്മൾ ലൂക്കോസ് വിശേഷത്തിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഒരു പാപിനിയായ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? സുഗന്ധവർഗം വാങ്ങിച്ച് യേശുവിന്റെ കാലിൽ പൂശുക. എന്തിനാ? പാപപരിഹാരത്തിനു വേണ്ടി. അപ്പോൾ യൂദ പറയുന്നുണ്ട്, ഈ വെറും ചെലവ് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. നാം യേശുവിന്റെ ആ ഒരു പാതയിലൂടെ പിൻപറ്റുമ്പോ നമ്മൾ വില കൊടുപ്പുള്ള എന്ത് സുഗന്ധവർഗമായാലും എന്ത് കാര്യമായാലും കർത്താവിന് വേണ്ടി ചെയ്താൽ അതിന് പ്രതിഫലം കർത്താവ് തരുവാനിടയായി തീരും. മാനുഷികമായ ഇച്ഛയ്ക്കോ മാനുഷികമായ താല്പര്യങ്ങൾക്കോ നാം എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലമില്ല. കർത്താവിന്റെ നാമത്തിനു വേണ്ടി നാം എന്ത് ചെലവഴിച്ചാലും അത് ദൈവനാമ മഹത്വത്തിനായി അത് അനുഗ്രഹമായി തീരും. ഒന്നേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറകളുടെ മേൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് വേണ്ടി കൊടുത്തത് കൊണ്ട് ആരും മുടിഞ്ഞു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു വചനത്തിലും നമ്മൾ കാണുന്നില്ല. ദൈവനാമത്തിന് വേണ്ടി നീ എന്താണോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തത്, മാനുഷിക മുഖത്തെ നോക്കി കൊടുത്താൽ പ്രതിഫലമില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ നാം മുൻപന്തിയിൽ വന്നാൽ അത് വിലപ്പെട്ടതായാലും ഒത്തിരി പൈസ ചെലവഴിച്ചാലും അത് ദൈവനാമത്തിന് വേണ്ടിയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നാം അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അതെന്ത് ചെയ്യും? പ്രാപിക്കുവാനിടയായി തീരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയാം, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചത് ഒരിക്കലും അത് പാഴായി പോയിട്ടില്ല. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി ആയതുകൊണ്ട് ഇന്നും കർത്താവ് അത് കുറിച്ചിട്ട് അതിൻ്റെതായ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം എന്തെന്നറിയാമോ? ഇവിടെ പറയാ സുഗന്ധവർഗം, അത് വിലപിടിപ്പുള്ള സുഗന്ധവർഗം. നാം ഇന്ന് വാങ്ങുന്ന 10 രൂപയ്ക്കുള്ള 20 രൂപയ്ക്കുള്ള സെന്റല്ല വാങ്ങിക്കൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കല്ലറയ്ക്കേക്ക് പോയത്. അത് വിലപിടിപ്പുള്ളതായിരുന്നു. ഞാൻ ആ ഭാഗമല്ല ചിന്തിക്കുന്നത്, അത് മറ്റൊരു ചിന്ത അതിലുണ്ട്. അതും കൂടെ ഞാൻ വിശദീകരിക്കട്ടെ. ഇവിടെ 3 സഹോദരിമാർ നടന്നു പോകുമ്പോഴാണ് അവര് പറയുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 1-2 സഹോദരിമാരോ സഹോദരന്മാരോ ഒരുമിച്ച് നടന്നാൽ നമ്മൾ സംസാരിക്കുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. അവർ കല്ലറയിലേക്ക് യേശുവിനെ കാണുവാൻ വേണ്ടിയാ പോകുന്നത്. പക്ഷെ പോകുന്ന യാത്രയിൽ അവർ സംസാരിക്കുന്ന വിഷയം എന്തെന്നറിയാമോ? യേശുവിനെ അടക്കം ചെയ്തപ്പോ ആ കല്ലറയിൽ ഒരു കല്ലുരുട്ടി വെക്കുവാനിടയായി. അവരത് മുന്നമേ കണ്ടുകൊണ്ട് അവർ യാത്ര ചെയ്യുന്ന സമയത്ത് സഹോദരിമാർ 3 പേരും കൂടെ പറയുക, യേശുവിന്റെ കല്ലറയിൽ ഒരു കല്ലുരുട്ടി വച്ചിട്ടുണ്ടല്ലോ, അതാരാ ഉരുട്ടി മാറ്റുന്നേ? പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നാം ഒരു പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ സംസാരം ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ഓരോ പ്രവർത്തികളായിരിക്കണം നമ്മുടെ വായിൽ നിന്ന് വരേണ്ടത്. ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങളാ. നാം ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ കാണുമ്പോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നടക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫോൺ കോളിലൂടെ ആയാലും ദൈവിക പ്രവൃത്തിക്ക് വേണ്ടിയുള്ള സംസാരമല്ല നാളുകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും താമസമുണ്ടാകും. ദൈവ മഹത്വമായുള്ള നമ്മുടെ സംസാരം ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കണം.
നാം ഓരോ പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ മറ്റുള്ളവരെ കുറിച്ച് പറയുവാനല്ല നാം വായി തുറക്കേണ്ടത്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി നാം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിലുമുണ്ടൊരു ദൈവ പ്രവൃത്തി. അതെന്തുകൊണ്ട് ഈ വചനത്തിൽ എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, ആ പ്രതിസന്ധിയിലൂടെ അവർ യാത്ര ചെയ്യുമ്പോഴും മുമ്പിലിരിക്കുന്ന ആ പ്രതികൂല കല്ലിനെ കുറിച്ച് അവർ യാത്ര ചെയ്ത് പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ഒരു ദൈവിക ചിന്ത ഇതാ: നമ്മുടെ നടപ്പിലും നമ്മുടെ ചിന്തയിലും ദൈവത്തിന് ഹിതമുള്ള കാര്യമാണോ നാം ചിന്തിക്കുന്നത്? ദൈവത്തിന് ഹിതമുള്ള പ്രവൃത്തികളാണോ നാം ചെയ്യുന്നത്? ദൈവത്തിന്റെ ഹിതമുള്ള സംസാരമാണോ നാം സംസാരിക്കുന്നത്? ഇവിടെ 3 സ്ത്രീകളും നടന്നു വരുമ്പോൾ അവർ സംസാരിക്കുന്ന ഇതാ: കല്ലറയുടെ വാതിൽക്കെന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടി മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ മേൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പലപ്പോഴും ചില കല്ലുകൾ നമുക്ക് തടസ്സമായി ഇരിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ ആത്മീകത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ, നമുക്ക് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ, നമ്മുടെ തലമുറയുടെ വാഗ്ദത്തങ്ങളെ പിടിച്ച് ഒതുക്കി വയ്ക്കുന്ന ചില കല്ലുകൾ നമുക്ക് പ്രതികൂലമായി ഇരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ നടപ്പിലും നമ്മുടെ ചിന്തയിലും ചിന്തയിൽ എന്താ കടന്നു വരുന്നത്? കർത്താവേ, എനിക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ എന്റെ മുമ്പിൽ ചില കല്ലുകൾ നിൽപ്പുണ്ട്, എന്റെ വാതിൽക്കൽ ചില കല്ലുകൾ ഇരിപ്പുണ്ട്. എനിക്ക് അനുഗ്രഹത്തിനു വേണ്ടി പുറത്തു വരുവാൻ കഴിയാതെ, എനിക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതിയ വാതിലുകൾ തുറന്നു വരുവാൻ കഴിയാതെ, എന്റെ തലമുറയുടെ വാഗ്ദത്തത്തിന് വേണ്ടി അവിടുന്ന് തുറന്നു വരുവാൻ കഴിയാതെ ചില മാനുഷികമായ കല്ലുകൾ എനിക്ക് പ്രതികൂലമായിരിക്കുന്നു കർത്താവേ. എന്നാരൊക്കെ ഇന്ന് പകൽക്കാലം ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അവിടുന്ന് കുടുംബത്തിന് തടസ്സമായി, വ്യക്തിപരമായ ജീവിതത്തിന് തടസ്സമായി, ഒരു അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന കല്ലുകളെ ആര് മാറ്റുമെന്ന് നീ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗിൽ ആരംഭത്തില് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക: കല്ലു മാറ്റുവാൻ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുക: ജീവിതത്തിന്റെ പല മേഖലകളിൽ ഉയർന്നു വരുവാൻ കഴിയാതെ, ആത്മീകത്തിൽ ഉയർന്നു വരുവാൻ കഴിയാതെ നിനക്ക് തടസ്സമായി നിൽക്കുന്ന ചില കല്ലുകളെ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരുന്നു കൊണ്ട് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് നിന്നെ വിട്ട് മാറുന്ന പകൽക്കാലമാ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? കർത്താവ്, എന്റെ ജീവിതത്തിൽ ആത്മീകത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ, ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക പന്താവിൽ എത്തിച്ചേരുവാൻ കഴിയാതെ എനിക്ക് മുമ്പിൽ ചില കല്ലുകൾ ഇരിപ്പുണ്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനാ മധ്യേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തണമേ എന്ന് ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന കഴിഞ്ഞ ആശീർവാദം പറയുന്നതിന് മുമ്പായി നിന്റെ കുടുംബത്തിന്റെ മേൽ ചില വ്യത്യസ്തമായ പ്രവൃത്തികൾ വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുക, അവര് സംസാരിച്ചു കൊണ്ടുവരികയാ: ആരാ ഈ കല്ല് മാറ്റുന്നത്? ഇന്ന് പകൽക്കാലം നീ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വേദനിക്കുന്ന അനുഭവമാ: കർത്താവേ, എന്റെ ജീവിതത്തിലും ഇതുപോലുള്ള ചില കല്ലുകൾ എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. ഇതുപോലെ എന്റെ ജീവിതത്തിൽ പ്രയാസകരമായ കല്ലുകൾ എന്റെ മുമ്പിലായിരിക്കുന്നുണ്ട്. കർത്താവേ, ആരാ ഉരുട്ടി മാറ്റുന്നത്? എനിക്ക് കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ ആരാ വ്യത്യാസം വരുത്തുന്നത് എന്ന് പ്രാർത്ഥിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാ: നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ നീ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്ന് ചില കല്ലുകൾ, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന കല്ലുകളെ കർത്താവ് അവിടുന്ന് ഉരുട്ടി മാറ്റുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്: കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. എന്നിട്ട് അതിന്റെ 4-ാമത്തെ വാക്യം: അവർ നോക്കിയാറെ
കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കെടുത്തു മാറ്റുവാൻ പറ്റാത്ത തരത്തിലുള്ള ഭാരമേറിയ ഒരു കല്ല യേശുവിന്റെ കല്ലറയുടെ വാതിക്കൽ ഇരിക്കുന്നത്. ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. നമ്മുടെ പ്രശ്നത്തിന്റെ മുമ്പിൽ നമുക്ക് പോലും എടുത്തു മാറ്റുവാൻ കഴിയാതെ, നമുക്ക് പോലും തള്ളി നീക്കുവാൻ കഴിയാതെ, നിന്റെ ജീവിതത്തിന്റെ അകത്തളത്തിൽ ഇത്രമാത്രം പ്രതികൂലമായ ഒരു കല്ല് ഇന്ന് പകൽക്കാലം നീ ആ കല്ല് അടയപ്പെട്ടതായി ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയാ, നിനക്ക് സാധ്യമല്ലാത്തത്, നിനക്ക് കഴിയാത്തത്, നിനക്ക് പ്രയാസമായത് നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി അത് മാറ്റിത്തരുന്ന ഒരുവൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? നീ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പറയല്ലേ, എന്റെ ജീവിതത്തിൽ കടഭാരമാകുന്ന കല്ല എനിക്ക് പ്രതികൂലമായി നിൽക്കുന്നത്. എനിക്കൊരു തരത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, ഒരു തരത്തിലും എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ആയിരിക്കുന്ന ജോലിയിൽ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ പല വ്യക്തികൾ അതിനെ ബ്ലോക്ക് ചെയ്യത്തക്ക രീതിയിൽ പല കല്ലുകൾ എന്റെ മുമ്പിൽ വച്ചിരിക്കുക. എനിക്കതിനെ തള്ളി നീക്കുവാൻ കഴിയുന്നില്ല കർത്താവേ, എനിക്കതിനെ മാറ്റുവാൻ കഴിയുന്നില്ല കർത്താവേ. അത് വലുതാ, സാഹചര്യങ്ങൾ വലുതാ, വലിയ പ്രതികൂലത്തിന്റെ സന്നിധിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ അങ്ങനെയാണ് പറയുന്നെങ്കിൽ, നിനക്ക് പ്രയാസമായത്, നിനക്ക് കഴിയാത്തത്, ദൈവത്തിന്റെ ആത്മാവ് പറയുക, അതിനെ കർത്താവ് ഇന്ന് പകൽക്കാലം ഉരുട്ടി മാറ്റാൻ പോവാ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നീ സമർപ്പിക്ക, ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നീ മുട്ടുമടക്ക. നിനക്ക് കഴിയുമായിരുന്നെങ്കിൽ, ഈ 3 സ്ത്രീകൾക്ക് കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം അവർ ചോദിക്കത്തില്ല, അങ്ങനെ ഒരു സംസാരം അവര് നടന്നു വരുമ്പോൾ പറയത്തില്ല. പക്ഷെ അവർക്കറിയാം, അവര് കണ്ടതാ. യേശുവിനെ അടക്കം ചെയ്ത് കല്ലറയിലേക്ക് വച്ചപ്പോൾ അവർ കണ്ടൊരു വലിയ കല്ല് ആ കല്ലറയുടെ വാതിക്കൽ വയ്ക്കുന്നത്. അതാ അവര് ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അവര് സംസാരിച്ചു കൊണ്ടുവരികയാ. യേശുവിന്റെ കല്ലറയുടെ വാതിക്കൽ ഒരു കല്ലുരുട്ടി വച്ചത് നീ കണ്ടില്ലേ? അതാരാ ഉരുട്ടി മാറ്റുന്നത്? അത് വലുതാണെന്ന് പറഞ്ഞ് അവര് സംസാരിച്ചു കൊണ്ടേ വരികയാ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ നീ ആയിരുന്ന ഇടത്ത് നീ കാണുക തന്നെ ചില വ്യക്തികൾ നിനക്ക് പ്രതികൂലമായി നീ പുറത്തു വരാതിരിക്കുവാൻ, നീ ഉയർച്ച പ്രാപിക്കാതിരിക്കുവാൻ, നീ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുവാൻ നിന്റെ കണ്ണിൻ മുൻപിൽ വച്ചു തന്നെ ചില പ്രതികൂലമായ കല്ലുകൾ നിന്റെ മുമ്പിൽ വച്ചതായി നിനക്ക് അനുഭവിക്കുന്നില്ലേ? നീ കാണാതെയല്ല വച്ചത്, നീ അറിയാതെയല്ല വച്ചത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയാം, നീ കണ്ടു, നീ അതെത്ര വലിപ്പം എന്താണെന്ന് നീ ചിന്തിച്ചു, അതെങ്ങനെ മാറ്റുമെന്ന്, അല്ലെങ്കിൽ അതെങ്ങനെ മറികടന്ന് വരാമെന്ന് നീ പലപ്പോഴും ആഴമായി പ്രയത്നിച്ചു. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ചില വ്യക്തികളോട് ദൂത് പറയുക, നിനക്ക് സാധ്യമല്ല എന്ന് നീ പല രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിച്ച നിലവിളി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിന്നോട് ആ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ വച്ചപ്പോ നിനക്കൊന്നും സംസാരിപ്പാൻ കഴിഞ്ഞില്ല, എന്നാൽ അതിന് ശേഷമായി നീ ഓരോ ദിനങ്ങളിലും ഓരോ രാത്രിയുടെ യാമങ്ങളിലും നീ കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോഴും നീ നടക്കുമ്പോഴും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന പ്രതികൂലത്തിന്റെ കല്ലുകളെ നോക്കി പലപ്പോഴും നീ വാവിട്ട് കരഞ്ഞില്ലേ? പലരോട് നീ പറഞ്ഞില്ലേ, എനിക്ക് ഈ കല്ലിനെ മാറ്റുവാൻ കഴിയത്തില്ല, എനിക്ക് പുറത്തു വരുവാൻ കഴിയാത്ത തരത്തിൽ എന്റെ ആത്മീക മണ്ഡലത്തിൽ ഇതാ ഒരു കല്ല് പ്രതികൂലമായി നിൽക്കുന്നു എന്ന് നീ പറഞ്ഞില്ലേ? നീ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, രാത്രിയുടെ യാമങ്ങളിൽ നീ കരഞ്ഞ കരച്ചിലിന്റെ ശബ്ദം, നീ നിലവിളിച്ച നിലവിളിയുടെ ശബ്ദം കർത്താവ് കേട്ടിട്ട് ഇന്ന് പകൽക്കാലം നീ നിലവിളിച്ച നിലവിളിയുടെ പ്രവർത്തിക്കൊത്തവണ്ണം നീ പോലും അറിയാതെ ആ കല്ല് മാറ്റിയ അനുഭവങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അവിടുന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുക.
എത്ര പേർക്ക് അനുഭവമുണ്ട്? എന്റെ കുടുംബത്തിന് നേരെ, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ തലമുറയ്ക്ക് വിരോധമായി ചില വ്യക്തികൾ വച്ച ചില കല്ലുകൾ, ഞാൻ ഉയർന്നു വരരുത്, എന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കരുത്, എന്റെ ജീവിതത്തിൽ നല്ലൊരു ആത്മീക അഭിവൃദ്ധി പ്രാപിക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാനുഷികമായ വ്യക്തിത്വങ്ങൾ എനിക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി വച്ച കല്ല്, ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിനക്ക് കഴിവില്ലെങ്കിലും അത് എടുത്തു മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങുന്നുണ്ട്. ശമന റിഖമന ഹതുന രഹസ്യ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം വ്യക്തിപരമായ ജീവിതത്തോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ ആ ദൈവിക പ്രവൃത്തിക്ക് തടസ്സമായി നല്ലവണ്ണം ആരാധിക്കുവാൻ കഴിയാതെ, നല്ലവണ്ണം ദൈവികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനമായി തീരുവാൻ കഴിയാതെ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന ചില കല്ലുകൾ, നിന്റെ കുടുംബത്തിന്റെ അകത്ത് വച്ചിരിക്കുന്ന ചില കല്ലുകൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ സ്ഥാനത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇന്ന് പകൽക്കാലം അതിനെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അവിടുന്ന് വെളിപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വലുതാ. അവിടെ ഇങ്ങനെയാ പറയുന്നത്, അത് ഏറ്റവും വലുതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഏറ്റവും വലുതായി എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ, നാം ഏറ്റവും വലുതെന്ന് പറയുന്ന ചില വിഷയങ്ങൾ, നാം ഏറ്റവും വലുതെന്ന് നാം പലരോട് പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, അതിനെ കർത്താവ് മാറ്റുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, നീ നിന്റെ ജീവിതം, നിന്നെ ഒരു ഭവനം പണിയാനാണോ നീ ആഗ്രഹിക്കുന്നത്? ആ പണി വലുതാണ്, എനിക്ക് കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം ദൈവവചനം നമ്മൾ പഠിക്കുമ്പോ, നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോ, നെഹമ്യാവിനോട് ദൈവം പറഞ്ഞു നീ ഒരു ആലയം പണിയുവാൻ. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം എടുക്കട്ടെ, നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് നെഹമ്യാവിനോട് പറഞ്ഞു നീ ഒരു ആലയം പണിയണം, ആലയം പണിയണം. പക്ഷെ ആലയം പണിയുവാൻ വേണ്ടി നെഹമ്യാവ് വന്നപ്പോ അവന് മുമ്പായി സകലതും പ്രതികൂലമാ. പ്രൈസ് ദി ലോർഡ്. സകലതും പ്രതികൂലമാ. അവൻ ആലയം പണിയുവാൻ കഴിയുന്നില്ല. ആ സാഹചര്യത്തിൽ അവന്റെ ജീവിതത്തിൽ അവൻ ആ ആലയത്തിന്റെ ആ ശോചനീയമായ അവസ്ഥ കണ്ടിട്ട് നെഹമ്യാവ് നിലവിളിക്കുക. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിനവൻ എന്നോട് പ്രവാസികളിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തിന് മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മണിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുട്ടും കിടക്കുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. അവന് പ്രയാസമാ. അപമാനത്തിലും കഷ്ടത്തിലും ഇരിക്കുന്ന ആ തകർച്ചയുടെ നടുവിൽ നെഹമ്യാവിരുന്ന് കരയുവാനിടയായി. ഇതെങ്ങനെ പണിയും? അവന്റെ മുമ്പിൽ അത് വലിയ കാര്യമാ. അവന് തന്നെ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെതായ ശോചനീയമായ അവസ്ഥ കണ്ടപ്പോ അവൻ വാവിട്ട് നിലവിളിക്കുക. എന്നാൽ പണിക്ക് വേണ്ടി അവൻ മുൻപന്തിയിൽ വന്നു. ആ വിഷയമല്ല എന്റെ വിഷയം. പണിക്ക് വേണ്ടി അവൻ മുൻപന്തിയിൽ വന്നു. അവൻ ദൈവത്തിന്റെ ആലോചന പ്രകാരം അവൻ പണിതു, അതിനെ പൂർത്തീകരിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം അവൻ ചിന്തിച്ചോ, ഇതൊരു വലുതാ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയത്തില്ല, ഇത് വലിയ പ്രയാസമാണ് എന്ന് ചിന്തിച്ചവൻ മാറിയിരുന്നെങ്കിൽ ആ പണി, ആലയത്തിന്റെ പണി അവന് പൂർത്തീകരിപ്പാൻ കഴിയത്തില്ലായിരുന്നു.
പണിയുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ അകത്ത് പല പണികൾക്കു വേണ്ടി സ്റ്റെപ്പ് വച്ചിട്ട് പണിയുവാൻ കഴിയാതെ, ഇത് വലിയ പ്രയാസമാണ്, വലിയ തുക ഇതിനാകും, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ മാറി നിന്ന് ദുഃഖിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, ആലോചന പറഞ്ഞവൻ നിന്നോട് കൂടെയുണ്ട്, അവൻ ആ പണിയെ പൂർത്തീകരിക്കും. നീ തളർന്നു പോകേണ്ട, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയാ, ചില പണികൾ തുടങ്ങിയിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാതെ വിഷമിച്ച് ഭാരപ്പെടുന്നു. എങ്ങനെ സാധിക്കും? എനിക്കത് കഴിയത്തില്ല, ഇതെന്റെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ പറ്റത്തില്ല എന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇന്ന് പകൽക്കാലം നിന്നോടാ പറയുന്നത്, നെഹമ്യാവിന് അരുളപ്പാട് കൊടുത്തത് ദൈവമാണ്, മാനുഷികമായ ഒരു വ്യക്തിയല്ല അവൻ അരുളപ്പാട് കൊടുത്തത്. അതുകൊണ്ട് അവൻ അതിനു വേണ്ടി മുൻപന്തിയിൽ കാഴ്ചപ്പെടുക വെച്ചു. ദൈവം അതിനെ പൂർത്തീകരിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം അതേ ദൈവത്തിന്റെ ആലോചനയാ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ദൈവിക ദൂത്. ഏറ്റെടുത്തോ. എവിടെയാണോ പണി മുടങ്ങിക്കിടക്കുന്നത്, എവിടെയാണോ പണി തുടരുവാൻ കഴിയാതെ അവസാനിച്ചു നിൽക്കുന്നത്, നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് എവിടെയാണോ നീ ബ്രേക്ക് ആയിരിക്കുന്നത്, ഇന്ന് പകൽക്കാലം കർത്താവ് അതിനെ തുടങ്ങുവാൻ പോവുക. ഞാൻ നിങ്ങളോടൊപ്പം വിശ്വസിക്കുക. എന്തെന്നറിയാമോ? ചില പണികൾ ഞങ്ങളും തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാതെ അതാ മുടങ്ങിക്കിടക്കുക. ഇത് ദൈവത്തിന്റെ ആലോചന എന്നോടും നിങ്ങളോടും പറയുന്നത്. നിനക്ക് പ്രയാസമെന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോടൊപ്പം നിങ്ങളോട് പറയുക, പണിക്ക് വേണ്ടി സ്റ്റെപ്പ് വച്ചോ, ദൈവം അതിനെ പൂർത്തീകരിപ്പാനിടയായി തീരും. നിനക്ക് അസാധ്യമാണോ? നിനക്ക് പ്രയാസമാണോ? നിനക്കതിന് കഴിയത്തില്ലയോ എന്ന് നീ പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവ് അതിനെ പണിയുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഈ 3 സഹോദരിമാർ അങ്ങനെയാ. അവർക്ക് പ്രയാസമായതുകൊണ്ട് അവർ നടന്നു വരുമ്പോൾ തന്നെ പറയുക, ആരാ ഈ കല്ല് മാറ്റുന്നേ? ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, ഈ പ്ലാറ്റ്ഫോമിലായിരുന്നു കൊണ്ട് ചില വ്യക്തികൾ ആത്മാവിൽ ഇങ്ങനെ പറയുന്നു, എന്റെ ഈ വിഷയത്തിന് ആരാ പരിഹാരം തരുന്നത്? എന്റെ ഈ വിഷയത്തിന് ആരാ ഇതിന് മറുപടി തരുന്നത് എന്ന് നീ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാ, നിന്നോട് ആലോചന പറയുന്നത്, കർത്താവ് അതിനെ പൂർത്തീകരിക്കും. കർത്താവ് അതിനെ പണിയും. കർത്താവ് അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ വലുതായി ചിന്തിക്കുന്ന കാര്യങ്ങളെ കർത്താവ് അത് ലഘുവായി നിനക്ക് വേണ്ടി ചെയ്തു തരും. പണിയാണോ നിനക്ക് വലുതായി നീ നിരാശപ്പെട്ടിരിക്കുന്നത്, കർത്താവ് അതിനെ പണിയുവാൻ പ്രാപ്തനാണ്. രണ്ടാമതായി, രോഗമാണോ നിനക്ക് വലുതായി നീ കാണുന്നത്? നിന്റെ ജീവിതത്തിൽ രോഗത്തിന്റെ ബന്ധനത്തിൽ അടിമപ്പെട്ട, എന്റെ രോഗം വലുതാണ്, എത്ര വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ടും എനിക്ക് ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല, എന്റെ രോഗം വലുതാണെന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ ഈ പ്രകാരം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ഹിസ്കിയാവിന് വലിയൊരു രോഗം പിടിപെട്ടു, മരിക്കത്തക്ക രോഗം. അവരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതൻ വഴി പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ നീ മരിച്ചു പോകും. അവൻ വളരെ പ്രയാസപ്പെട്ട് അവന്റെ മുമ്പിൽ വലിയൊരു രോഗത്തിന്റെ ബന്ധനം, അതിനെ ഉരുട്ടി മാറ്റുവാൻ കഴിയത്തില്ല. കാരണം ഇത് അവന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, നിന്റെ ജീവിതം അവസാനിച്ചു പോവാ. നീ അതുകൊണ്ട് ക്രമപ്പെടുത്തുക, ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. പിന്നെ എങ്ങനെയാ അവിടെ ചെയ്യുന്നത്? രോഗം വലുതായി ഹിസ്കിയാവ് കണ്ടെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അയ്യോ കർത്താവേ, ഞാൻ ദൈവത്തിന്റെ നിഷ്കളങ്കതയോട് പരമാർത്ഥ ഹൃദയത്തോടും കൂടിയാണ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞവൻ ഉറക്കെ നിലവിളിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ഇങ്ങനെയാ പറയുന്നത്, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രത ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം രോഗമാണോ നിനക്ക് വലുതായി നിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ
ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ദൈവത്തിന്റെ സന്നിധി നീ വിശ്വസ്തയോടെ നിൽക്ക, ദൈവത്തിന്റെ സന്നിധി നീ നേരോടെ നിൽക്ക. ഇന്ന് പകൽക്കാലം വിശ്വസ്തയോടും നേരോടും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് വലുതായി തോന്നുന്ന രോഗത്തെ കർത്താവ് അവിടുന്ന് മാറ്റുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോ, കഷ്ടതയാണോ നിന്റെ ജീവിതത്തിൽ വലുതായി നീ കാണുന്നത്? കഷ്ടതയാണോ നിന്റെ ജീവിതത്തിൽ നീ വലുതായി കാണുന്നത്? ഇന്ന് പകൽക്കാലം കഷ്ടതകളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ജീവിതത്തിൽ ഒരു തരത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ കഷ്ടതയാകുന്ന ആ ഒരു പ്രതിസന്ധി നീ ആഴ്ന്നിറങ്ങുന്നെങ്കിൽ യോബിന്റെ ജീവിതം നീ പരിശോധിക്കണം. യോബിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതയാ അവൻ അഭിമുഖീകരിച്ചത്. അവൻ എടുത്തു മാറ്റുവാൻ കഴിയാത്ത വലിയ കഷ്ടതയാ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. അവന് മാറി, ഈ കഷ്ടത മാറി നിൽക്കട്ടെ എന്ന് പറയുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ കഷ്ടതയിലൂടെ അവൻ കടന്നുപോയി. അവനുള്ള സാമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു, അവന്റെ മക്കൾ നഷ്ടപ്പെട്ടു, അവന്റെ മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, സ്നേഹിതന്മാരെല്ലാം അവനെ വിട്ടു മാറിപ്പോയി. ഇതിനപ്പുറമുള്ളൊരു കഷ്ടത ആർക്കാ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. വലിയൊരു കഷ്ടതയിലൂടെ യോബ് മുന്നോട്ട് പോയപ്പോൾ അവിടെയും അവൻ അതിനെ വലുതായി കണ്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, നമ്മുടെ മുമ്പിൽ ഒന്നും വലുതല്ല. ദൈവത്തിന്റെ സന്നിധി നിഷ്കളങ്കയോടും നേരോടും ദൈവത്തിന്റെ ഹിതപ്രകാരം നാം മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വലുതായി നമുക്ക് കാണുവാൻ കഴിയത്തില്ല. ഈ സഹോദരിമാർ പറയുക, അതൊരു വലിയ കല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊരു വലുതായിരുന്നു എന്നാ പറയുന്നത്, ഏറ്റവും വലുതായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, നമ്മുടെ മുമ്പിൽ ഏറ്റവും വലുതായി നാം കാണുന്നതിനെ ദൈവത്തിന്റെ കരങ്ങളെ കേൾപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവം അതിനെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഇടയാകും. നമുക്ക് പ്രയാസമായത്, നമുക്ക് ബുദ്ധിമുട്ടായത്, നമുക്ക് കഴിയാത്തതിനെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ആ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതം പ്രവർത്തിപ്പാനിടയായി തീരും. ദൈവത്തിന് സഹോദരിമാ ഇങ്ങനെ പറഞ്ഞു വരിക, അത് ഏറ്റവും വലുതാ, ഏറ്റവും വലുതാ. ഇന്ന് പകൽക്കാലം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, നിന്റെ വിഷയത്തെ ഇതുപോലെ വലുതായി മുമ്പിൽ വച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആ വലുതായ വിഷയത്തെ, ആ വലുതായ പ്രശ്നത്തെ, ആ വലുതായി നീ കാണുന്ന ആ ഒരു പ്രതികൂലത്തെ ഇന്ന് പകൽക്കാലം കർത്താവ് എടുത്തു മാറ്റാൻ പോവുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ചിലപ്പോ എനിക്ക് നിങ്ങളുടെ വിഷയം അറിയത്തില്ല, എനിക്ക് നിങ്ങളുടെ ഭാരം എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെയാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് പറയുക, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ചില വ്യക്തികൾ ഇപ്രകാരം വലിയൊരു പ്രശ്നത്തിലൂടെ നാളെ എന്തായി തീരുമെന്ന്, നാളെ എന്റെ ഈ വിഷയത്തിന് എന്താ പരിഹാരമെന്ന് ചിന്തിച്ചു വ്യാകുലപ്പെട്ടിരിക്കുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം നിന്നോടാ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിനക്ക് എടുത്തു മാറ്റുവാൻ കഴിയാത്തത്, നിനക്ക് നീക്കി കളയുവാൻ കഴിയാത്ത ഒത്തിരി ഭാരമേറിയ വലുതായ ആ പ്രശ്നത്തെ ഇന്ന് പകൽക്കാലം നീ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, നീ ആയിരിക്കുന്ന ഇടത്ത് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില പ്രതിസന്ധികളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റുന്ന കാഴ്ച ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ കാണുകയാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, നീ ആയിരിക്കുന്ന ഭവനത്തിലായിരിക്കത്തില്ല, ചിലപ്പോ വിദൂര ദേശത്തായിരിക്കുന്ന നിന്റെ മക്കളുടെ വിഷയമായിരിക്കാം, വിദൂര ദേശത്തായിരിക്കുന്ന നിന്റെ തലമുറയുടെ വിഷയമായിരിക്കാം, വിദൂര ദേശത്തായിരിക്കുന്ന നിന്റെ കുടുംബത്തിന്റെ വിഷയമായിരിക്കാം. ഇന്ന് പകൽക്കാലം നിനക്ക് പ്രയാസമായതിനെ യഹോവ ഇന്ന് നീക്കുവാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങൾ മറന്നു പോകരുത് ഈ ദൂത്. ഞാൻ ഈ പറയുന്ന ദൂതിനെ നിങ്ങൾ മറന്നു കളയരുത്. നിങ്ങൾ ഓർക്കുക, ദൈവത്തിന്റെ ആത്മാവാണ് പറയുന്നത്. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില കല്ലുകൾ വലുതായി നിനക്ക് തോന്നിയത് ഇന്ന് പകൽക്കാലം അതിനെ എടുത്ത് മാറ്റുക. സർവശക്തനായ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ പ്രതികൂലമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയിട്ടുണ്ട്.
യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലുതായി തോന്നിയ പ്രശ്നത്തെ കർത്താവ് നിസ്സാരമായി അതിനെ മാറ്റുവാനിടയായി. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ ദൈവം അങ്ങനെ മാറ്റുന്നതായി ദൈവാത്മാവ് ദർശിക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരംഭത്തിൽ പറഞ്ഞ് നിങ്ങൾ മറക്കരുത്. വലുതായിരുന്നാലും നിനക്ക് കഴിയാതെ ആയിരുന്നാലും കർത്താവ് അതിനെ മാറ്റുന്ന പകൽക്കാലമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവിടെ ആ ഭാഗത്തിൽ ഒരു ഭാഗം പറയുന്നു, അത് കല്ല് വലുതാ. പ്രൈസ് ദി ലോർഡ്. ആ 4-ാമത്തെ വാക്യം ഏറ്റവും വലുതാ. എന്നിട്ട് പറയുന്നു, ആരതിനെ ഉരുട്ടി മാറ്റും? ആരതിനെ മാറ്റും? പ്രൈസ് ദി ലോർഡ്. നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ നീ ചിന്തിക്കും, കർത്താവേ ആരാ എന്നെ സഹായിക്കുന്നത്? എന്റെ കുടുംബക്കാർ എന്റെ അടുക്കൽ വരുന്നില്ല എന്നെ സഹായിക്കുവാൻ. എന്റെ ബന്ധുക്കൾ എന്നോടൊപ്പം ഇല്ല എന്നെ സഹായിപ്പാൻ. ഞാൻ എന്നോടൊപ്പം ഇരുന്ന് ആരാധിക്കുന്നവർ പോലും എന്നെ സഹായിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ കർത്താവേ ആരെന്നെ സഹായിക്കുക? നീ ഒറ്റപ്പെട്ട മേഖലകളിലൂടെ കടന്നു പോകുമ്പോ, നീ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോ, ആരും സഹായിപ്പാൻ ഇല്ലാതിരിക്കുമ്പോ, ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, നിന്നെ സഹായിപ്പാൻ ഒരുവൻ ഇറങ്ങി വരുന്നുണ്ട്. ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ഇടത്ത്, ആരെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ഇടത്ത് ഇന്ന് പകൽക്കാലം നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ നിന്റെ വിഷയത്തിന്റെ നടുവ് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നുണ്ട്. നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നുണ്ട്. നീ ആയിരുന്ന ഈ പ്രാർത്ഥനാ ഹോളിൽ ആയിരിക്കുമ്പോ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അവിടുന്ന് വെള്ളത്തിന്റെ മേൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ അതേ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന ഇടത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാ. യോസേപ്പിന്റെ ജീവചരിത്രം നമ്മൾ മറക്കരുത്. അവനിതാ ഒറ്റപ്പെട്ട അവന്റെ 17-ാമത്തെ വയസ്സിൽ അവൻ ദർശനം പ്രാപിച്ച് ഇറങ്ങി വന്നപ്പോ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. അവൻ ഒറ്റയ്ക്ക് നിൽക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് യോസേപ്പ് അഭിമുഖീകരിക്കുന്നത്. അവനോടൊപ്പം സഹായിപ്പാൻ അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന സഹോദരങ്ങൾ പോലും അവനെ സഹായിപ്പാനില്ല. അവനെ കുതികാൽ പിടിക്കുക. എന്നിട്ടും യോസേപ്പ് ദർശനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. സഹോദരന്മാർ അവനെ നശിപ്പിച്ച് കളയുവാൻ വേണ്ടി ആ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇറങ്ങി വന്നപ്പോഴും യോസേപ്പ് അവരെ പരാതി പറയല്ല ചെയ്തത്. യോസേപ്പ് ദർശനം നഷ്ടപ്പെടുത്തി കളയല്ല ചെയ്തത്. യോസേപ്പ് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ മുന്നിലോട്ട് നിൽക്കുവാനിടയായി. ഇതാ സ്വന്തം സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിലേക്ക് എറിയുവാനിടയായി. അവിടെ നിന്നുകൊണ്ട് അവൻ കടന്നുകൊണ്ട് പറഞ്ഞില്ല, എന്റെ സഹോദരന്മാരാണ് എന്നെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടത് എന്നവൻ നിലവിളിച്ചില്ല. അവിടെ നിന്ന് അവൻ നിലവിളിച്ചു കാണും. ഞാൻ എന്റെ ഭാവന പറയട്ടെ, ആ പൊട്ടക്കിണറ്റിൽ യോസേപ്പിനെ സഹോദരന്മാരിട്ടപ്പോൾ അവൻ ചിന്തിച്ചു കാണും, ആരെന്നെ ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരും? ആരെന്നെ ഈ കുഴിയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരും എന്ന് ചിന്തിച്ചവൻ വ്യാകുലപ്പെടുമ്പോ അവനെ പൊട്ടക്കുഴിയിൽ നിന്ന് കയറ്റുവാൻ ഇതാ ചില വ്യക്തികൾ അവന്റെ അടുക്കലേക്ക് വരുവാനിടയായി. അവിടം കൊണ്ട് കഴിയുന്നില്ല, അവനെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുവാനിടയായി. അവിടെയും അവനെ ആര് സഹായിക്കുമെന്ന് അവൻ നിലവിളിക്കുക. അവന് സഹായത്തിന് വേണ്ടി യഹോവയുടെ കരം അവിടെ ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, നീ ഇറങ്ങുന്ന സ്ഥലമെല്ലാം നിനക്ക് പ്രതികൂലമായി തീർന്നെന്ന് വന്നേക്കാം. നീ കാൽ വെക്കുന്ന പ്രദേശമെല്ലാം നിനക്ക് പ്രതികൂലമായി തീർന്നെന്ന് വന്നേക്കാം. ഇന്ന് പകൽക്കാലം നീ ഭാരപ്പെടണ്ട. നിന്നെ എടുത്തെറിയപ്പെട്ട വ്യക്തികളെ നീ പരാതി പറയണ്ട. നിന്നെ തകർച്ചയിലേക്ക് വിട്ട വ്യക്തികളെ കുറിച്ച് നീ ചിന്തിക്കേണ്ട. നിന്നെ ഈ അധമ പാതാളത്തിലേക്ക് ഇറക്കി വിട്ട വ്യക്തികളെ കുറിച്ച് നീ വ്യാകുലപ്പെടണ്ട. നിന്നെ രക്ഷിക്കുന്ന യഹോവയെ കുറിച്ച് നീ ചിന്തിക്കുക. നിന്നെ സഹായിക്കുന്ന യഹോവയെ കുറിച്ച് നീ ഒന്ന് ചിന്തിക്കുക. ആ ദൈവം നിന്നെ സഹായിപ്പാനിടയായി തീരും. എന്റെ സഹോദരങ്ങൾ എന്നെ ഇട്ടല്ലോ, എന്നെ പൊട്ടക്കുഴിയിൽ ഇട്ടല്ലോ, അവര് മുഖാന്തരം ഞാൻ കാരാഗ്രഹത്തിലായല്ലോ എന്ന് പറഞ്ഞല്ല സമയം കളയുവാൻ യോസേപ്പ് ഇടയായത്. അവൻ അതിനേക്കാൾ അപ്പുറമായി ദർശനത്തെ പുതുക്കുവാനിടയായി. കൊടുത്ത ദർശനത്തെ പുതുക്കിയത് കൊണ്ട് അവൻ കിടന്ന പൊട്ടക്കുഴിയിലോ, അവനായിരുന്ന കാരാഗ്രഹത്തിലോ, അവനായിരുന്ന പോത്തിഫറിന്റെ ഭവനത്തിലോ അവൻ നശിച്ചു പോകാതെ അവൻ ധനകാര മന്ത്രിയായി കൊട്ടാരത്തിൽ പാർക്കുവാൻ ദൈവം അവരെ സാഹചര്യങ്ങളെ ഒരുക്കി.
ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആത്മാവ് പറയുക, നീ സ്നേഹിച്ച വ്യക്തികളായിരിക്കാം നിന്നെ പൊട്ടക്കുഴിയിലിട്ടത്. നീ സ്നേഹിച്ച വ്യക്തികളായിരിക്കാം നിന്നെ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്. നിന്നെ സ്നേഹിച്ച വ്യക്തികൾ